സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത, എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. ജീവിതമെന്ന മഹാദാനത്തെ ഓർത്ത്, ഔദാര്യപൂർവ്വം തമ്പുരാൻ നൽകിയ മഹാനുഗ്രഹത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ മനസ്സോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിവോ സാധ്യതകളോ അല്ല, ദൈവത്തിൻ്റെ കൃപയും അവിടുത്തെ കരുണയും കരുതലുമാണ് സർവസ്വം എന്നുള്ള ബോധ്യത്തോടുകൂടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എളിമയുടെ നിറകുടമായ പരിശുദ്ധിയമ്മയുടെ മാധ്യസ്ഥം വഴി ജീവിതത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാൻ കൃപ നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധയമ്മ എളിമയുടെ നിറകുടമാണ്. പിശാചിൻ്റെ പതനത്തിന് ആധാരമായി മാറിയത് അവൻ്റെ അഹങ്കാരമാണ്. മറ്റേതു പാപത്തെക്കാളും അനുഗ്രഹത്തിൻ്റെ നഷ്ടവഴിയിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പാപം, ബന്ധനം, കുരുക്ക്, അത് അഹങ്കാരമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈ നാളുകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം, അമ്മ ജീവിതത്തെ ധ്യാനമാക്കുമ്പം അടിവരയിട്ട് ആത്മീയ പിതാക്കന്മാർ പറയും, അമ്മയുടെ ജീവിതത്തിന് അലങ്കാരമായി മാറിയത്, അമ്മ ജീവിതം മുഴുവനും അനുഗ്രഹമായി മാറിയത്, അമ്മ അനുഗ്രഹത്തിൻ്റെ അവകാശിയായും അതിൻ്റെ കൈമാറ്റത്തിൻ്റെ സാധ്യതയായും രൂപാന്തരപ്പെട്ടത് എളിമയെന്ന പരമപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ്. അമ്മയൊരു കണ്ണാടിയാണ്, എളിമ കൊണ്ട് നിറഞ്ഞൊരു കണ്ണാടി. ഈ കണ്ണാടിയുടെ മുൻപിൽ നമ്മുടെ ജീവിതമെന്ന് വെച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സഹനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇങ്ങനെ ഒരു വലിയ കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ അമ്മയാകുന്ന കണ്ണാടിയിൽ എൻ്റെ ജീവിതം പ്രതിഫലിക്കത്തക്ക വിധം എൻ്റെ ജീവിതം എളിമയുള്ളതാണോ? ആ ഫ്രെയിമിനകത്ത് എനിക്കെന്നെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ബർണാഡ് പുണ്യവൻ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഒരുവൻ ആരാണെന്നവനെ മനസ്സിലാക്കി കൊടുക്കുന്നത് എളിമയാണ്. ഒരുവൻ്റെ ജീവിതത്തിന് ആരാണെന്നുള്ള അവബോധങ്ങളെ പ്രദാനം ചെയ്യാൻ ഏറ്റവും സഹായകമായിട്ടുള്ളത് എളിമയാണ്. ചില മനുഷ്യരൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകും. ജീവിതത്തിൽ ഔന്നത്യത്തിൻ്റെ ഇടങ്ങളിലായിരിക്കുമ്പോഴും അതൊരു വാക്കുകൊണ്ട് പോലും പറയാൻ, അതൊരിക്കലും പ്രകടിപ്പിക്കാൻ സന്നദ്ധമാകാത്ത ചില ജീവിതങ്ങൾ. 10-20 കൊല്ലം വൈദേശികമായ സാഹചര്യത്തിൽ ജോലി ചെയ്തിട്ടും ഒരിക്കൽ പോലും ആ ഇടത്തെക്കുറിച്ചൊരു കമൻ്റ് പോലും പാസ്സാക്കാത്ത ഒരു പൗരോഹിത്യ ജീവിതത്തെ എനിക്കറിയാം. ചുമ്മാ അതിലെ ആണ്ടിലും ശങ്കരാന്തിക്കും പോയി മടങ്ങുന്നവൻ ഇങ്ങനെ വാതോരാണ്ട് അതിനെക്കുറിച്ച് പോയ കഥ പറയാൻ വേണ്ടി അതിങ്ങനെ വ്യംഗ്യമായിട്ടും പ്രകടമായിട്ടും പറയുന്നു. എന്തൊരു വ്യത്യാസമാണെന്ന് നോക്കിക്കേ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം എളിമയുടെ ജീവിതമായിരുന്നു. ആത്മീയ പിതാക്കന്മാർ പറയും, തോമസ് അക്വിനാസ് പുണ്യവാന്റെ വാക്കുകൾ, ഒരുവനെ എല്ലാ കെട്ടുപാടിൽ നിന്നും സംരക്ഷിക്കുന്ന പുണ്യമാണ് എളിമ. പരിശുദ്ധ അമ്മ ഇങ്ങനെ കാലത്തിൻ്റെ കെട്ടിൽപ്പെടാതെ, ലോകത്തിൻ്റെ കെണിയിൽപ്പെടാതെ, ബന്ധനങ്ങളൊക്കെയും അമ്മ ജീവിതത്തിൻ്റെ തടസ്സമായി മാറാതെ
മാർഗഭ്രംശത്തിനുള്ള സാധ്യതകളെ തടയാനായിട്ട് അമ്മയ്ക്ക് സഹായകമായത് ഈ കെട്ടുപാടിൽ പെടാതെ കാക്കാൻ സഹായിക്കുന്ന എളിമയെന്ന പുണ്യമാണെന്നുകൂടെ അറിയണം. അതുകൊണ്ട് ആത്മീയപിതാക്കന്മാർ ഈ അമ്മയോട് ബന്ധപ്പെടുത്തിയിട്ട് അമ്മയുടെ എളിമയെക്കുറിച്ച്, പിശാച് പോലും അമ്മയുടെ മുമ്പിൽ പരാജയപ്പെടുന്നത് അമ്മയുടെ എളിമ കൊണ്ടാണത്രേ. അമ്മ അഹങ്കാരത്തിൻ്റെ ജീവിതമായിരുന്നെങ്കിൽ അമ്മ ജീവിതത്തിന് ഈ ലോകത്തോടും തൻ്റെ കഴിവിനെക്കുറിച്ചും രക്ഷകൻ്റെ അമ്മ എന്ന ആ ഒരു കഴിവോ അല്ലെങ്കിൽ പ്രാവീണ്യമോ പ്രൗഢിയോ ഒക്കെ അമ്മ ഏതെങ്കിലും വിധത്തിൽ പ്രകടമാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും പിശാച് അമ്മയെ ഭയപ്പെടില്ലായിരുന്നു. പിശാചിന് അമ്മയെ പേടി വരാനായിട്ട് കാരണമായി മാറിയത് അമ്മയിലെ ഈ എളിമയാണ്. അതുകൊണ്ട് ദൈവം തോൽപ്പിക്കുന്നതിനേക്കാൾ പിശാചിന് അസഹനീയമാണ് അമ്മ വഴിയായിട്ട് തോൽപ്പിക്കപ്പെടുന്നത്. കാരണം അമ്മയുടെ ആയുധം എളിമയായതുകൊണ്ടാണ്. അമ്മ ഉപയോഗിക്കുന്ന ഈ ആയുധം മറ്റൊരായുധവുമല്ല, എളിമയെന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് അമ്മ പിശാചിനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. പിശാച് അഹങ്കാരത്തിൻ്റെ രൂപമായതുകൊണ്ട്, അഹങ്കാരത്തിൻ്റെ ആടയാഭരണങ്ങൾ അണിഞ്ഞ ഒന്നായതുകൊണ്ട് പിശാചിനത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ സ്തോത്രഗീതം നമ്മളോട് ഓർമ്മപ്പെടുത്തും, ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ദൈവം ഈ ദാസിയെ, അവളെ ദൈവത്തിൻ്റെ അമ്മയായിരുന്നിട്ട് കൂടെ ആ ദാസിയുടെ താഴ്മയിലേക്ക് ശ്രദ്ധയും വളരെ ഏകാഗ്രമായ നിലപാടും സ്വീകരിക്കുന്നു. വീണ്ടും പോപ്പ് ലയോ 13 നമ്മളെ ഓർമ്മപ്പെടുത്തും, എളിയൊരു പട്ടണത്തിൽ, എളിയ ഒരു ഭവനത്തിൽ അവൾ അജ്ഞാതയായിട്ട് ജീവിച്ച് തൻ്റെ രഹസ്യ ജീവിതത്തിലും വീട്ടിലെ ദാരിദ്ര്യത്തിലും അവൾ ഏറ്റവും അധികം സംതൃപ്തിയോടുകൂടിയിട്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് മാർപ്പാപ്പ പറയുക, എളിയൊരു ജീവിതം, ഒരു പരാതികളുമില്ല, എന്തിനോടും തൃപ്തിയുടെ ഒരു ആത്മസുഖത്തിൻ്റെ ഒരു ചെറുപുഞ്ചിരി മാത്രം. ചില ആളുകളുണ്ട് അങ്ങനെ, എന്ത് കൊടുത്താലും പരാതിയില്ലാത്തവർ. അങ്ങനെയുള്ള ഭിക്ഷക്കാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പഴയ ഓർമ്മയിലുള്ള ഒരു ഭിക്ഷക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഭിക്ഷ യാചിക്കാൻ വരുമ്പം ആദ്യം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയമാകുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഊണ് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പം ആ വീട്ടുമുറ്റത്തേക്ക് കയറി വരുമ്പോഴേ അദ്ദേഹം പറയും, അമ്മേ ഞാൻ അപ്പുറത്തുനിന്ന് ചോറുണ്ട് കേട്ടോ. എന്തൊരാഢ്യത്വമാണെന്നറിയണ്ടേ. അയാൾക്ക് നമ്മൾ കൊടുക്കുന്നത് അധികമാണെങ്കിൽ ഒരു മടിയും കൂടാണ്ട് അത് മടക്കി തന്നിട്ട് പോകും. എനിക്ക് ചായ കുടിക്കാൻ ഇത്രയും വേണ്ടെന്ന് പറഞ്ഞ് കൊടുത്ത പണത്തിൻ്റെ പകുതി മടക്കി തന്ന കാഴ്ചകൾ എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആഢ്യത്വമുള്ളവൻ. അയാൾ ഏതോ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ അവകാശിയായെന്നും ഭിക്ഷയാദിക്കുന്ന ഗണത്തിൽ പെട്ടുവെന്നും കരുതിയാൽ മാത്രം മതി. പക്ഷെ അയാൾ നമ്മളെക്കാൾ സമ്പന്നനാ. എന്തൊരു തൃപ്തിയോടുകൂടിയിട്ടാ ജീവിക്കണേ. തൃപ്തി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൻ്റെ അടയാളമായിരുന്നെങ്കിൽ, ഇളമയമ്മയുടെ ജീവിതത്തിൻ്റെ അലങ്കാരമായിരുന്നെങ്കിൽ, നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഒരു തീരുമാനം ഈ ഒക്ടോബറിൽ ജപമണികളിലൂടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളെ ആവോളം ചേർത്ത് വയ്ക്കുമ്പം ഈ അമ്മഭാവത്തെ കൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും കിട്ടിയതിൽ തൃപ്തിയോടെ വ്യാപരിക്കാനായിട്ട്, മതിയെന്ന് പറയാനായിട്ട് മനസ്സുണ്ടോ? എളിമയോടുകൂടിയിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കഥകളൊക്കെ ഒരു വാഴ്ത്തായിട്ട്, ഒരു സ്തോത്രഗീതം പോലെ ഉരുവിടാനായിട്ട് എനിക്ക് സന്നദ്ധതയുണ്ടോ? ഞാനെന്ന ഭാവത്തെ, ഞാനെന്ന വാക്കാവട്ടെ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന വാക്ക്, എൻ്റെ എന്ന സ്വാർത്ഥപരമായ ഒരു നിലപാടാവട്ടെ ജീവിതത്തിൽ ഏറ്റവും അകലം പാലിക്കേണ്ട നിലപാട്. അതിലേക്കൊക്കെ വളരാൻ അമ്മ നമ്മളെ ക്ഷണിക്കുകയാണ്. അനുഗ്രഹം വേണോ? അമ്മ പറയുന്നു കൃത്യമായിട്ടും. അതുകൊണ്ടാണ് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ്റെ വാക്കുകൾ, മറിയം തൻ്റെ കന്യാത്വത്തെയും നിഷ്കളങ്കതയെയും പരിഗണിച്ചുവെന്നല്ല, എളിമയെ പരിഗണിച്ചുവെന്നാണ് പ്രകീർത്തിക്കുന്നത്. സ്വർഗം പരിശുദ്ധി അമ്മയോട് പറയണത് അവളുടെ കന്യാത്വത്തെക്കുറിച്ചോ അവൾ ജീവിതത്തിൽ കാണിച്ച നിഷ്കളങ്കതയെക്കുറിച്ചോ ഒന്നുമല്ല സ്വർഗം സംസാരിക്കുന്നത്, അവളുടെ എളിമയെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ്റെ ഈ താണനിലത്തെ നീരോടും അവിടെ ദൈവം തുണയുള്ളൂ. ഏതു ജീവിതത്തിലും ഏതവസ്ഥയിലും എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം വേണോ? താഴ്മയോടെ ഈ തമ്പുരാൻ്റെ അരികിലേക്കൊന്ന് ചെല്ലാൻ കഴിയുമോ? താഴ്മയോടെ ആ ദൈവസാന്നിധ്യത്തെ ഒന്ന് തൊട്ടുണർത്താൻ കഴിയുമോ? ആ സാന്നിധ്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുമോ? നമ്മളറിയാതെ പിന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. എന്നെ വിസ്മയിപ്പിച്ച ഒരു ഓർമ്മപ്പെടുത്തൽ എൻ്റെ ഒരു കൂടപ്പുറപ്പ് എന്നോട് പറഞ്ഞതാ.
ഒരു ഡോക്ടർ അദ്ദേഹം തൻ്റെ രോഗികളെ ചികിത്സിക്കാൻ ചെല്ലുമ്പം, പ്രത്യേകിച്ചും കെയർ ഹോമിലൊക്കെ കിടപ്പ് രോഗികളായവരെ അദ്ദേഹം പരിശോധിക്കാൻ വേണ്ടി ചെല്ലുമ്പം നിന്നുകൊണ്ട് അയാൾ പരിശോധിക്കില്ല, ഇരുന്നു കൊണ്ടും അത് ചെയ്യില്ല. കട്ടിലിനരികിലേക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ആ രോഗിയെ വിശേഷങ്ങൾ തിരക്കും. കാരണം അദ്ദേഹം പറഞ്ഞത്, കിടന്നുകൊണ്ട് അവർ നോക്കുമ്പം ഞാനിങ്ങനെ വലുതാണെന്നൊക്കെ തോന്നും, എന്നാൽ അവരുടെ കട്ടിലിനരികിലേക്ക് ഞാനൊന്ന് ചേർന്ന് താഴ്ന്നു നിന്ന് കഴിയുമ്പം അത്ഭുതമെന്ന് പറയട്ടെ. ഒരു ജർമ്മൻകാരൻ അച്ഛൻ നാട്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ വരിവരിയായി നിർത്തുമ്പം അദ്ദേഹം ആ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തി ആയിരുന്നു കൊണ്ടാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നിന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പം ഈ വലിയ മനുഷ്യൻ്റെ പ്രാർത്ഥന കണ്ട് കുഞ്ഞുങ്ങൾ ഭയപ്പെടേണ്ട എന്ന് അദ്ദേഹം പറയാം. എന്തൊരു കൗതുകം തോന്നുന്ന കാര്യമാണ്. പരിശുദ്ധ അമ്മയെ സ്വർഗം ഇതുപോലെ കരുതാൻ, സ്വർഗം ഇതുപോലെ സ്നേഹിക്കാൻ, അനുഗ്രഹം ആവോളം കൊടുക്കാൻ അവകാശിയായിട്ട് അമ്മയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കാൻ കാരണമായി മാറിയത് അമ്മയുടെ എളിമയാണ്. അതുതന്നെയാണ് വിശുദ്ധ അന്തോണിയോസ് പറയുന്നത്, ദൈവം പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യനായി തീരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ അമ്മയാകുന്ന മറിയമാകുന്ന ജീവിതത്തിലെ വിനയമാകുന്ന ഗോവണി ഉപയോഗിച്ച, ഭൂമിയിലേക്ക് ദൈവത്തിന് കടന്നു വരാനായിട്ട് ഗോവണി ഉപയോഗിച്ച കഥ നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ഗോവണിയെ പ്രതീകാത്മകമായിട്ട് വിശുദ്ധ അന്തോണിയോസ് പറയുകയാണ്, അത് എളിമയെന്ന വിനയമെന്ന ഗോവണിയ. എന്തൊരു കൃപയോടുകൂടിയിട്ടൊരു ജീവിതം എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരു വലിയ സാധ്യത. അതുകൊണ്ടാണ് നമ്മുടെ കാർന്നവന്മാരൊക്കെ പണ്ട് എൻ്റെ അപ്പനൊക്കെ ആവർത്തിച്ച് പറയും, തോക്കാൻ ആരുടെയും കൂട്ടുവേണ്ട, ജയിക്കാൻ പലരുടെയും കൂട്ടാവശ്യമുണ്ട്. ഒരു വിജയിയായിട്ട് മാറാൻ നമുക്ക് പലരും സഹായം ചെയ്യേണ്ടതായി വരും. എന്നാൽ വിജയിക്കാമായിരുന്ന ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ പോലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടൊന്ന് മാറിക്കൊടുക്കാനായിട്ട്, വളരെ ബോധപൂർവകമായിട്ട് ഒരു ഒഴിഞ്ഞുമാറലിന് സന്നദ്ധമാകാൻ വേണ്ടിയിട്ട്, ഒന്നാം സ്ഥാനത്തെത്താനായിട്ട് അവകാശമുണ്ടായിരിക്കെ സാധ്യതകളൊക്കെയും മറക്കെ തുറന്നു കിടക്കേ ഞാനിങ്ങനെ ബോധപൂർവം തീരുമാനമെടുക്കുകയാണ്, എനിക്ക് ആ ഒന്നാം സ്ഥാനം വേണ്ട, അവൻ എന്നെക്കാളും അർഹതയുണ്ട്. നോബൽ സമ്മാനം സാഹിത്യത്തിന് കിട്ടിയപ്പോൾ പോലും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, എന്നെക്കാളും നോബൽ സമ്മാനത്തിന് അർഹതയുള്ളത് കസാൻസാക്കീസിനാണ്. എന്ന് വെച്ചാൽ ആ മനുഷ്യൻ്റെ എഴുത്തുകൾക്ക് അത്രമാത്രം വിലയുണ്ട് എന്ന് ഒരെഴുത്തുകാരൻ സമ്മതിക്കുക. ആരുടെ പുസ്തകം വായിക്കണമെന്നൊക്കെ ചോദിക്കുമ്പം എൻ്റെ വായിക്കണമെന്ന് പറയാതെ ആ പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്ന് പറയാനായിട്ട്, ആരുടെ വചനം കേൾക്കണമെന്ന് ചോദിക്കുമ്പം എൻ്റേത് കേൾക്കുക എന്ന് പറയാതെ, എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് പറയാതെ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാനായിട്ട്. സ്നാപകനാണ് സുന്ദരമായൊരു ചിത്രം. മനുഷ്യനിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ല എന്ന് വചനം പറയുമ്പം എലിസബത്തും സക്കറിയായുമൊക്കെ വാർദ്ധക്യത്തിൽ ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പം അവരുടേതല്ല എന്ന് വളരെ കൃത്യതയോടുകൂടിയിട്ട് ലോകത്തിനും ദൈവത്തിനും അടയാളത്തിലൂടെ മനസ്സിലാകാൻ തക്കവിധം സാഹചര്യം ഒരുക്കിയിട്ട് അങ്ങനെ ജനിച്ച യോഹന്നാൻ വളരെ കൃത്യതയോടുകൂടിയിട്ട് പറയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അവനീ സ്നാപകൻ്റെ മുമ്പിൽ വന്ന് ജലം കൊണ്ട് സ്നാനം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പം സ്നാപകൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്നിൽ നിന്നും സ്വീകരിക്കാൻ വേണ്ടി വരുന്നോ? എന്നുവെച്ചാൽ വളരെ കൃത്യമായിട്ടും പരിശുദ്ധയമ്മ എന്നോടും നിങ്ങളോടും അനുഗ്രഹത്തോടു കൂടിയിട്ട് പറയാണ്, എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ള കൃപകളും അനുഗ്രഹങ്ങളും ആവോളം ലഭ്യമാകണമെങ്കിൽ ആദ്യം ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് എളിമയെന്ന പരമപുണ്യത്തിൻ്റെ ഭാഗമായി ജീവിക്കുകയാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ഈ പരിശുദ്ധ അമ്മയുടെ എളിമയെന്ന പുണ്യത്തെ നമുക്കും ഒന്ന് അനുകരിക്കാനാവട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ ബർനാഡ് പറയുന്നുണ്ട്, പുണ്യങ്ങളുടെ കാവലാണ് എളിമയെന്ന പുണ്യം. സകല പുണ്യങ്ങൾക്കും കാവലായിട്ട് സ്വർഗം കരുതുന്ന പുണ്യത്തിൻ്റെ പേരാണ് എളിമയെന്ന പുണ്യം. കാവലായി മാറുന്ന പുണ്യമാണ് എങ്കിൽ, അതൊരു കവാടമാണ് എങ്കിൽ, അത് പുണ്യങ്ങളുടെയൊക്കെ തുടക്കമാണ് എങ്കിൽ, അത് പുണ്യങ്ങളുടെ നിറവാണ് എങ്കിൽ, അതൊരു നിറകുടമാകാനുള്ള സാധ്യതയാണോ എങ്കിൽ, നാം ഓരോരുത്തരും എളിമയെ ഒന്ന് സ്നേഹിക്കാൻ, എളിമയൊന്ന് വരിക്കാൻ നമുക്കാവട്ടെ. വീണ്ടും വിശുദ്ധ ബർനാഡ് പറയും, എളിമയാണ് പുണ്യങ്ങളുടെ അടിസ്ഥാനവും സംരക്ഷകനും. പുണ്യങ്ങളെ ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി എളിമയിലാണ് നമ്മൾ അഭയം തേടേണ്ടത്. അമ്മ അഭയം തേടിയത് മുഴുവനും ഈ എളിമയെന്ന പുണ്യത്തിലാണ്. അതുകൊണ്ട് അമ്മയിലൂടെ ചോദിച്ചാൽ എളിമയോടെ താഴ്മയോടെ ഒരു സ്തോത്രഗീതം ആലപിച്ച പരിശുദ്ധ അമ്മയുടെ മനസ്സോടെ ഭാവത്തോടെ നിയോഗങ്ങളുമായി നമുക്ക് ഈ സന്നിധിയിലായിരിക്കാം. ഈ സന്നിധാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്
എനിക്കാരുമില്ലെന്നൊന്ന് ഏറ്റുപറയാൻ സന്നദ്ധമായാൽ, നമ്മൾ പലപ്പോഴും ആരുമില്ലെന്നൊക്കെ പറയാൻ മടി കാണിക്കുന്നവരാ. വേറെ എല്ലായിടത്തും മുട്ടിയിട്ട് ജീവിതം വഴിമുട്ടുമ്പം തേടുന്ന, ഗതികെടുമ്പം മാത്രം അഭയം തേടുന്ന ഇടമായിട്ടൊക്കെ ഇന്ന് തമ്പുരാനും അമ്മയുമൊക്കെ മാറിയിട്ടില്ലേ? ഇതെല്ലൊന്ന് മാറ്റി ചിന്തിക്കാം. മലയാളി എപ്പോഴും ജീവിതത്തിൽ കെണിയിൽപ്പെട്ടിട്ട് കരകയറാൻ ശ്രമിക്കുന്നവനാ. കാലേക്കൂട്ടി ഒന്നും ചെയ്യാൻ ഉള്ള ബുദ്ധിയും അറിവും കഴിവും നമുക്കില്ല. മഴക്കാലത്ത് മഴ പെയ്യാൻ നമ്മൾ കാര്യമായി പ്രാർത്ഥിക്കില്ല. മഴ മാറി വേനൽക്കാലം വന്ന് വെള്ളം ഇല്ലാണ്ടാവുമ്പം നമ്മൾ ഒടുക്കത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ പരിപാടി അങ്ങനെയാണ്. നമ്മുടെ എല്ലാ തീരുമാനങ്ങളും നോക്കിക്ക് ഒന്നും മുൻകൂട്ടി ചെയ്യാൻ, കണക്ക് കൂട്ടി ചെയ്യാൻ, കാര്യങ്ങൾ ക്രമമായിട്ട് ഒരുക്കി വയ്ക്കാൻ നമുക്കറിയില്ല. അമ്മ അങ്ങനെയല്ല. അമ്മ ജീവിതത്തിൽ എന്നും ദൈവത്തോട് ആലോചന ചോദിച്ചു. എന്തിലും ഏതിലും ദൈവിക പദ്ധതിക്ക് വിധേയമായി ജീവിച്ചു. നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് എളിമയെന്ന പരമപുണ്യം എൻ്റെ ജീവിതത്തിൽ തരണേ. അങ്ങനെ എൻ്റെ പ്രാർത്ഥനകളൊക്കെ സ്വർഗത്തിന് സ്വീകാര്യമാകാൻ താഴ്മയോടുകൂടെ ദൈവ തിരുമുമ്പിൽ അമ്മയായിരുന്നത് പോലെ അനുഗ്രഹത്തിൻ്റെ ദൈവിക സാധ്യത ഈ എളിമയുടെ നീർച്ചാലിലൂടെ ഒഴുകുമെന്ന ബോധ്യത്തോടു കൂടിയിട്ട് നീ എഴുതി വെച്ചതും നിൻ്റെ മനസ്സിലുള്ളതും നിൻ്റെ ഹൃദയത്തെ, ജീവിതത്തെ, ബന്ധങ്ങളെ, നിന്നോട് ബന്ധപ്പെട്ട ഇടങ്ങളെ മുഴുവനും മുറിപ്പെടുത്തുന്നതുമായ ജീവിതത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളെയും ഈ അമ്മയുടെ എളിമയോട് ചേർത്ത്, ആ പരമപുണ്യത്തിൻ്റെ കൃപയോട് ചേർത്ത് ഒന്ന് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയെന്ന് പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. എളിമയെന്ന് പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. എളിമയെന്ന് പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. എളിമയെന്ന് പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. ദൈവദൂതനോടു നാഥ അടിമയെന്നിതം ചൊന്ന ദൈവജനനിയേ. ദൈവദൂതനോടു നാഥ അടിമയെന്നിതം ചൊന്ന ദൈവജനനിയേ. ചൊന്ന ദൈവജനനിയേ, ചൊന്ന ദൈവജനനിയേ. ചൊന്ന ദൈവജനനിയേ, ചൊന്ന ദൈവജനനിയേ. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. എളിമയെന്ന പരമപുണ്യം തരണമിന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തും, സ്വന്തമെന്ന് അവകാശപ്പെടാൻ നിനക്ക് എന്തുണ്ട്? ദൈവം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു സങ്കടം തരുന്നുണ്ടാവാം, സഹനാനുഭവങ്ങളെ അനുവദിക്കുന്നുണ്ടാവാം, വേദനകളോ കഷ്ടപ്പാടുകളോ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ടാവാം. നീ ഒന്ന് മാത്രം ഓർത്താൽ മതി. അറിയുന്നവനായ തമ്പുരാൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നിട്ട് പറയണം, എന്നെക്കൊണ്ട് ഈ സഹനം താങ്ങാനാവണില്ല, എനിക്ക് ഈ വേദനയെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. തമ്പുരാനെ, അതിനുള്ള കൃപയൊന്ന് താ. പരിശുദ്ധ അമ്മയോട് പറഞ്ഞേ, അമ്മ കടന്നു പോകാത്ത സഹനങ്ങളില്ലല്ലോ, അമ്മ അനുഭവിക്കാത്ത ജീവിതത്തിന് നൊമ്പരമില്ലല്ലോ. നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ മുമ്പിലേക്ക് കരങ്ങൾ അല്പം തുറന്നു പിടിച്ച് ഹൃദയത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഈ നൊമ്പരങ്ങളെയൊക്കെ കൊടുക്കാം. എളിമയോടെ പറയാം, താങ്ങാൻ, സഹായിക്കാൻ കൂടെ ഉണ്ടാവണം. വീണുപോകും ഞാൻ, ഇടറിപ്പോവുക, തീരുമാനങ്ങളൊക്കെ വേണ്ടാത്തതെടുക്കാനായിട്ട് തോന്നുക. തമ്പുരാനെ, പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞവരൊന്നും ഒപ്പമില്ല. തള്ളിപ്പറയുന്നുണ്ട്, ഒറ്റിക്കൊടുക്കുന്നുണ്ട്. സ്നേഹിച്ച് വളർത്തിയവരും പരിപാലനയുടെ പങ്കുവെക്കലിൻ്റെ പുണ്യം കൊടുത്തവരും എന്നെ ഒരു വല്ലാണ്ട് മുറിപ്പെടുത്തി കടന്നു പോവുക. ഈശോയെ, അത്തരം അനുഭവങ്ങളിൽ അമ്മയോട് ചേർന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുക.
വിനയത്തോടെ പ്രാർത്ഥിക്കുക. എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും വിട്ടാലും, എല്ലാവരും ഒഴിഞ്ഞു പോയാലും, സകലരും ഓടിയാകുന്നാലും അമ്മയെ കൂട്ടുപിടിച്ച് ജപമാല കരങ്ങളിൽ പിടിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മന്ത്രം പോലെ ചൊല്ലി പരിശുദ്ധി അമ്മയുടെ കൂടെ ഞാനായിരിക്കുമ്പം ഞാൻ വളർത്തിയ, ഞാൻ സ്നേഹിച്ച ചില മാതാപിതാക്കളൊക്കെ സങ്കടം പറയുന്നുണ്ട്. അച്ഛാ, അതുപോലെ കഷ്ടപ്പെട്ടതാ, അതുപോലെ പാടുപെട്ടതാ. ഇന്ന് അവൾ എന്നെ അറിയില്ല. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ നെഞ്ചു തകർന്നു കരയുമ്പോഴെന്നെ നെഞ്ചോടു ചേർക്കുമെന്നേശുനാഥ. ഓ എൻ്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ഓ എൻ്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. ഓ എൻ്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. അവിടുത്തെ ആശീർവാദത്തിനും അനുഗ്രഹത്തിനുമായിട്ട് ഒരുങ്ങുമ്പം തമ്പുരാനോട് പറയണം, താഴ്മയോടെ പറയണം, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇടപെട്ടേ മതിയാവൂ. ഈശോയെ, ആരെയും മുറിവേൽപ്പിക്കില്ല എന്ന തീരുമാനത്തെ, ആർക്കും എൻ്റെ വാക്കോ ചിന്തയോ പ്രവൃത്തിയോ നിലപാടോ മൂലം അസ്വസ്ഥതയ്ക്കു കാരണമായെങ്കിൽ അവരെ കൂടെ തിരുമുമ്പിൽ ചേർത്ത് വെച്ച്, നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ജീവിതങ്ങളെ ചേർത്ത് വെച്ച്, ഐക്യം ബർബലച്ചൻ പറയും പോലെ നീ നിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയല്ല ചെയ്യണ്ടേ, സമാന സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ആളുകളെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്. ഓൺലൈനിൽ നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പം ഓർക്കണം, നേരിട്ട് വല്ലാതെയും പല വിധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ഭാഗഭാക്കുകളാകുന്നു. അവർക്കൊക്കെ കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നമുക്കും എളിമയുടെ നിറവായ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാ എന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞ ഈശോയോട് ചേർന്ന്, എത്ര കൃപയോടെയാണ് മാമോദീസ വേളയിൽ ഈശോ യോഹന്നാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. ആ കൃപയുടെ വഴിയിൽ, ആ അഭിഷേകത്തിൻ്റെ വഴിയിൽ നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ചേർന്ന് നിന്നുകൊണ്ട് നമുക്കവിടുത്തെ ആശീർവാദം സ്വീകരിക്കുമ്പം ഏത് അനുഗ്രഹവും സ്വർഗം നിനക്ക് തരും. ഏത് ചോദ്യത്തിനും ഉത്തരവുണ്ട്, ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്, ഏത് ബന്ധനത്തിലും അഴിക്കാൻ കഴിയുന്ന കൃപയുണ്ട് പരിശുദ്ധ അമ്മയുടെ കൃപ. പിശാചിന് പോലും ഈ എളിമയോടെ നിൽക്കുന്ന അമ്മ ജീവിതത്തെ ഭയമല്ലേ? നമുക്കും കൃപയോടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. ഓ എൻ്റെ യേശുവേ, ഞാനെന്നും നിന്റേതല്ലേ. ഓ എൻ്റെ യേശുവേ, നീ എന്നും എൻ്റേതല്ലേ. ഓ എൻ്റെ യേശുവേ, ഞാനെന്നും നിന്റേതല്ലേ. ഓ എൻ്റെ യേശുവേ, നീ എന്നും എൻ്റേതല്ലേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഏറെ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ശലോം പ്രേക്ഷകരെ, ഒരുപാട് സ്നേഹത്തോടെ ഈ നാളുകളിൽ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുകയായിരുന്നു. അവസാനത്തെ 22-ാം തീയതി മുതലുള്ള 10 ദിവസങ്ങൾ ആരാധനയിൽ നാം ഓരോരുത്തരും ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവതിരുമുമ്പിലേറെ സ്വീകാര്യമാകാൻ വേണ്ടി ഈ 7 ദിവസങ്ങളിൽ നമ്മളൊരു ഒരുക്കത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നതോടൊപ്പം ഓരോ ദിവസവും മന്ത്രം പോലെ മനസ്സിൽ ഉരുവിടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരാത്മീയതയുടെ ചെറിയ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു തരികയാണ്. ഓരോ ദിവസവും നമ്മൾ ഈ പ്രാർത്ഥന സാധിക്കുന്നിടത്തോളം ആവർത്തിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള അവസാനത്തെ 10 ദിവസത്തെ ജപമാല സമാപനത്തിൽ വലിയ ദൈവാനുഗ്രഹം എഴുതിക്കൊടുത്ത പ്രാർത്ഥനകളൊക്കെയും സ്വർഗം സ്വീകരിക്കുമാറ് അഭിഷേകത്തിലും അനുഗ്രഹത്തിലുമാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ഇന്നേ ദിനം നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാവട്ടെ. എളിമയുടെ നിറകുടമായ മറിയമേ, എളിമയാൽ ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കാൻ പ്രാർത്ഥിക്കണേ. താതന്റെ ഏകകുമാരാ, രക്ഷകനാം ഈശോനാഥാ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. താതന്റെ ഏകകുമാരാ, രക്ഷകനാം ഈശോനാഥാ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net.